പത്തനംതിട്ട ഏഴംകുളത്ത് കുന്നിടിച്ച് മണ്ണെടുക്കാൻ നീക്കം നടക്കുന്നതായി നാട്ടുകാരുടെ പരാതി. തോപ്പുംപാറയിലെ ചീരംകുന്ന് വേളമുരുപ്പ് കുന്നുകൾ ഇടിച്ച് മണ്ണെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ദൂരവ്യാപക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് മണ്ണെടുപ്പ് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ജലസംഭരണമേറെയുള്ള കുന്ന്, 3 തോടുകളുടെ പ്രധാന ജലവിനിമയ മാർഗം, ചരിത്ര പ്രാധാന്യവും ഏറെയുള്ള തേപ്പുപാറയിലെ ചീരംകുന്നുമലയുടെ പ്രത്യേകതകൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതിങ്ങനെ. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ 64 ഏക്കറുള്ള ചീരംകുന്നുമലയുടെ 24 ഏക്കർ തുരന്ന് മണ്ണെടുപ്പ് നടത്താനാണ് നീക്കമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണെടുപ്പുണ്ടായാൽ സമീപത്തെ 100ഓളം വീടുകൾക്ക് ഭീഷണിയാകും. ചീരംകുന്നുമല കൂടാതെ സമീപത്തുള്ള വേളമുരുപ്പുകുന്നും മണ്ണെടുപ്പ് ഭീഷണിയിലാണ്. പാരിസ്ഥിതിക പഠനങ്ങളൊന്നും നടത്താതെയാണ് മണ്ണെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നതെന്ന് കുന്ന് സംരക്ഷണ സമിതി ആരോപിക്കുന്നു. വലിയൊരു ജലസംഭരണിയാണ് ഈ കുന്നെന്ന് പറയുന്നത്. ഈ കുന്നിൽ നിന്ന് 3 ജലസ്രോതസ്സുകളാണ് ഉത്ഭവിച്ച് ഏഴംകുളം പഞ്ചായത്തിലും കൊടുവൺ പഞ്ചായത്തിലൂടെ കൈപ്പട്ടൂർ ആറ്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് ഒരു വർഷം പൂർണ്ണമായും ജലം ലഭിക്കുന്നത് ഈ കുന്നിൽ നിന്നാണ്. കാർഷിക മേഖലയിലും മറ്റ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം ഈ കുന്നിലെ വെള്ളമായിരുന്നു ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കുന്നിലെ മണ്ണുകൾ എടുത്തുമാറ്റിക്കൊണ്ട് പോയാൽ ആ ജലസ്രോതസ്സിന് വിഘാതമുണ്ടാകുകയും മറ്റൊരു ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പോലൊരു ദുരന്തം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം ഞങ്ങൾക്കറിയാൻ കഴിയുന്ന ഒരു പാരിസ്ഥിതിക പഠനവും ഇല്ലാതെയാണ് ഈ കുന്നുകൾ ഇടിക്കാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുന്നതിനുള്ള നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ വിവരാവകാശം കൊടുക്കാൻ പോവുകയാണ്. അടൂരിലെ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നടത്തി കുന്നു സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ മലയെ തൊടാൻ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ മുൻപന്തിയിലാണ് ഞങ്ങളെല്ലാവരും. ഇതിനൊരു കമ്മിറ്റിയുണ്ട്, ചീരംകുന്ന് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി വിളിച്ചു കൂട്ടി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. മണ്ണെടുപ്പ് നീക്കത്തിനെതിരെ പ്രതിഷേധ സമരങ്ങൾ വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് കുന്നു സംരക്ഷണ സമിതിയുടെ തീരുമാനം. ജനം, പത്തനംതിട്ട.